ഹലോ, എല്ലാവർക്കും മനുക്കുട്ടൻസ് കിച്ചണിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖല്ലേ? ഈ ഒരു കാലഘട്ടത്തിൽ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അല്ലേ? അപ്പോൾ നമുക്ക് അതിനുള്ള ഒരു ഔഷധം റെഡിയാക്കിയാലോ? ആദ്യമായിട്ട് നമുക്ക് ഒരു കഷ്ണം ഇഞ്ചി എടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂണോളം കുരുമുളക് എടുക്കണം. അതേ അളവിൽ തന്നെ ജീരകവും എടുക്കണം. ഇവ മൂന്നും നമ്മുടെ എല്ലാവരുടെ വീട്ടിലും എപ്പോഴും ഉണ്ടാകുന്നവയാണ്. ഇനി ഇത് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം. ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു ഇടത്തരം വലിപ്പമുള്ള ചെറുനാരങ്ങയാണ്. നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ചെറുനാരങ്ങ ഇതുപോലെ 2ആയിട്ട് കട്ട് ചെയ്യണം. അതിനുശേഷം അതിൻ്റെ കുരുവെല്ലാം നീക്കം ചെയ്ത് ഒന്നുകൂടെ കട്ട് ചെയ്യുക. അതായത് ഒരു ചെറുനാരങ്ങയെ 4ആക്കി നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ്, കുരുവെല്ലാം നീക്കം ചെയ്തതിന് ശേഷം. ഈ ചെറുനാരങ്ങ നമ്മൾ ചതച്ചെടുക്കുന്നില്ല കേട്ടോ, അത് 4ആക്കി തന്നെ ഇടുകയാണ് ചെയ്യുന്നത്. ഇനി ഇതാ ഫ്ലെയിം ഓൺ ചെയ്ത ഒരു പാത്രം വെച്ച് അതിലേക്ക് ഞാൻ 1.5 ഗ്ലാസോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചെറുനാരങ്ങയും അതുപോലെ തന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, കുരുമുളക്, ജീരകം ഇതെല്ലാം അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് പനം കൽക്കണ്ടാണ്. ഇത് നമുക്ക് വൈദ്യശാലയിലോ അതല്ലാന്നുണ്ടെങ്കിൽ സൂപ്പർ മാർക്കറ്റിലോ വാങ്ങിക്കാൻ കിട്ടും. പനം കൽക്കണ്ട് ഇല്ലെങ്കിൽ ചക്കര ഉപയോഗിക്കുക. ഒരിക്കലും പഞ്ചസാര ആഡ് ചെയ്യരുത്. എന്നിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം. സ്പൂൺ കൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൽ ആ സത്തെല്ലാം അതിലേക്ക് ആഴ്ന്നിറങ്ങണം. അതാണ് 10 മിനിറ്റ് നന്നായിട്ട് തിളപ്പിക്കണം എന്ന് പറഞ്ഞത്. 10 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. നമ്മുടെ ഔഷധം റെഡി ആയിട്ടുണ്ട്. നമുക്കിത് അരിച്ചെടുക്കാം. ഇത് ഒരു 1/2 ഗ്ലാസ്, ആഴ്ചയിൽ 2 ദിവസം 1/2 ഗ്ലാസ് വെച്ച് നിങ്ങൾ കുടിച്ചു നോക്കൂ. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും മാറ്റങ്ങൾ. നമുക്ക് പരമാവധി അസുഖങ്ങൾ ഒഴിഞ്ഞു പോവും. അസുഖങ്ങൾ വരാതെ നോക്കും എന്നാണ് ഈ ഔഷധത്തിനുള്ള ഒരു ശക്തി. ആഴ്ചയിൽ 2 ദിവസം 1/2 ഗ്ലാസ് വെച്ച് നിങ്ങളിത് കുടിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത എപ്പിസോഡില് വേറൊരു വിഭവമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ, താങ്ക് യു.